ഇങ്ങനത്തെ കാര്യങ്ങൾ വൾഗറായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ട് ഒന്നും ചിന്തിക്കുന്നില്ല. അത് ഈ ഒരു കാര്യം, അത് നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണെങ്കിൽ പോലും അതിൽ മാക്സിമം എങ്ങനെ വൾഗറാക്കി കാണിക്കാൻ പറ്റുമോ എന്ന് അത് മാത്രം എടുത്ത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളെ അതിൽ നമുക്ക് മാക്സിമം നല്ലത് എന്നുള്ളത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ മീഡിയ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോൾ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അത്ര തന്നെ സന്തോഷം വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയയായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരു പോയിന്റിലെത്തും, ചൂസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റിലെത്തും. അപ്പം ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. വി കെ നോട്ട് ഷട്ട് എവ്രി വൺസ് മൗത്ത്. ഓർ ലൈക്ക് ഐ ഓൾവേസ് സേ, ഇന്റർനെറ്റ് ഇസ് എ ഡിഫറെന്റ് വേൾഡ് ഓൾ ടുഗദർ. നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും പറ്റുന്നു. അപ്പൊ ഐ തിങ്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ എല്ലാ ആക്ടേഴ്സും അതിനെ എടുക്കുന്നത്.